എല്ലാവർക്കും നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ ഹെഡായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ സാറിനെ നമുക്കിന്ന് നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. നമ്മളുടെ മസ്കുലർ ഡിസ്ട്രോഫി SMA ബാധിതരുടെ ന്യൂസൊക്കെ സാറാണ് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് നമുക്ക് വേണ്ടി ചെയ്തു തന്നാണ്. എപ്പോഴും നമുക്ക് വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയുള്ള ന്യൂസുകൾ, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് വന്ന വയനാട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ പോലും ഏറ്റവും നന്നായി ചെയ്യുന്നത്, അതുപോലെ തന്നെ സമൂഹവുമായി ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അതിനുള്ളൊരു നന്ദിയും നമ്മൾ ഈ ഒരു അവസരത്തിൽ നേരിട്ട് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ചില നിർദ്ദേശങ്ങൾ, ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മൈൻഡ് എന്ന സംഘടനയുടെ ഒരു പ്രൊജക്ട് വളരെ ഒരു ചെറിയ സമയത്തിലുള്ള ഒന്ന് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ സാറിനാൽ കഴിയുന്ന സഹായം, അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു പറ്റുമെങ്കിൽ ഒരു ന്യൂസായിട്ട് തന്നെ ചെയ്യാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സാർ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം 640 അംഗങ്ങളുണ്ട്. സാറിന് എന്താണ് അംഗങ്ങളോട് ഒന്ന് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ടും ഇത്തരം ഭിന്നശേഷി സൗഹൃദമായിട്ടുണ്ട്. പല പ്രോജക്റ്റുകൾ വരുന്നു, വാഗ്ദാനങ്ങൾ വരുന്നു എന്നതിനൊപ്പം നമുക്ക് തുടർച്ചയായ ഫോളോ അപ്പുകൾ കൊണ്ട് മാത്രമേ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. ആ അർത്ഥത്തിൽ ഈ വിഷയവും നമ്മളുടെ റിപ്പോർട്ടർ ടീമിൻ്റെ പരിഗണനയിലുണ്ട്. ആ വിഷയം നമ്മൾ തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്തിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും പോരാ. നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് അല്ലേ, ആ റിപ്പോർട്ടിൻ്റെയും കുറച്ച് ആവശ്യങ്ങൾ, ഒരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ ഒക്കെ നമുക്കൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കണം. അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കട്ടെ അതെങ്ങനെയാണ് നിങ്ങളുടെ കൈകാര്യം ചെയ്യാൻ പറ്റുക. തീർച്ചയായും 640 പേരെന്ന് പറയുമ്പോൾ എണ്ണം കൊണ്ട് ഒരുപക്ഷെ ചെറുതായി, പക്ഷേ ആ ഓരോ 640 ഓരോരുത്തരും അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് അവർ കണക്കില്ലാത്തതാണ്. നമുക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അതിന് സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയുമെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ പിന്തുണ കൂടി വേണം. അവിടെയാണ് നമ്മുടെ ഒരു മാധ്യമ ശ്രദ്ധ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വിഷയം ഒരിക്കൽ കൂടി നമുക്ക് മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിയണം, ആൾക്കാരറിയണം. അവരുടെ ഒരു പിന്തുണയും കൈത്താങ്ങും നമുക്ക് ആവശ്യമുണ്ട്. സർക്കാരിനോടൊപ്പം തീർച്ചയായിട്ടും നമുക്കൊരു വാർത്തയായിട്ട് 640 എന്ന് പറയുമ്പോൾ സാറിനോട് ഞാൻ സൂചിപ്പിച്ചു 10,000-ത്തിനടുത്ത് കേരളത്തിൽ മാത്രം കണ്ടേക്കാമെന്നാണ് പറയുന്നത്. കണക്കുകൾ പോലും കൃത്യമായിട്ട് കിട്ടില്ല. പിന്നെ ഞാനിപ്പോഴും പറയുന്നത് 2014 നമുക്ക് അനുകൂലമായിട്ട് ഭിന്നശേഷി അവകാശ നിയമം എന്നൊരു നിയമം കൊണ്ടുപോകും. ആ നിയമം പോലും ഞാൻ ഈ കണ്ടതും ഈ ഒരു അവസ്ഥയിലെത്തപ്പെട്ടതിന് ശേഷം ഞാൻ പോയിട്ടുള്ളത് നേരിട്ട് കണ്ടതുമായിട്ടുള്ള 19 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പരാതി കൊടുത്ത റാമ്പ് ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷൻ. അതൊന്നും നമ്മളല്ല ചെയ്യേണ്ടത്. ശരിയാണ്, നമുക്ക് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അതൊരു നല്ല കാര്യം എന്ന് പറയുമ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് നേരിടുന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്ക് എവിടെയും പുറത്തു പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ചെറിയൊരു യാത്രകളെ പോലും സാറ് കണ്ടപ്പോൾ 2 പേര് വേണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ നിയമങ്ങൾ എപ്പോഴും കടലാസുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് എനിക്ക് തോന്നുന്നു പരാശ്രയമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, അതൊരു പരിധിവരെ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ കുറച്ചുകൂടി ഈ സിസ്റ്റം ഒന്ന് ഉണർന്നാൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം അതിൽ തീർച്ചയായിട്ടും നമുക്കത് കഴിയും. താങ്ക്സ്.